ഹായ്. നമ്മള് കുറച്ച് ദിവസം മുന്നേ ചെയ്ത കൊപ്രക്കളം ഖാദറിന്റെ കുൽസിതങ്ങളെ പറ്റി ചെയ്ത വീഡിയോക്ക് മൂപ്പര് ഒരു മറുപടി മൂപ്പര് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. മൂക്കൊലിക്കുന്ന പിള്ളേരുകൾ വെച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. മിസ്റ്റർ കൊപ്രക്കളം, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഞാൻ ആരാണ് എന്നുള്ളത് ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന നിങ്ങളുടെ നാട്ടിലെ ബോൺ ക്രിമിനൽ ആയിട്ടുള്ള അവനോട് ചോദിക്കണം. മനസ്സിലായോ? എന്റെ പേരിൽ വ്യാജ കേസുകൾ കൊണ്ടുവന്ന് കൈ കഴുകിയിട്ട് മൂപ്പരന്റെ ഒളിവിൽ പോയപ്പോ മൂപ്പര് വിചാരിച്ചു മൂപ്പരുടെ പിന്നാലെ ഞാൻ വരൂല എന്നുള്ളത്. പക്ഷെ ഞാൻ പുറത്തിറങ്ങിയ അന്തിന്റെ പിറ്റേന്ന് എന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിനും അവനെ പിന്നാലെ ഞാൻ നടന്നുകൊണ്ട് അവനെ ഇതുപോലെ താറടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണ് എന്നുള്ളത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മിസ്റ്റർ കൊപ്രക്കളം, നിങ്ങളെ ഫോട്ടോ ഞാൻ പണ്ട് വീഡിയോ ചെയ്ത സമയത്ത് ഹൈഡ് ചെയ്തിച്ച ആളാണ്. കാരണം എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ആരാണെന്നുള്ളത്. പക്ഷെ നിങ്ങളെ പറ്റി പല തെമ്മാടിത്തത്തിന്റെ എവിഡൻസ് എന്റെ കയ്യിൽ കിട്ടിയപ്പോ എന്റെ കൈ കിട്ടിയപ്പോൾ മാത്രമാണ് നിങ്ങളെ ഞാൻ പിന്നാലെ വന്നത്, നിങ്ങളുടെ കാര്യങ്ങൾ പുറത്തിട്ടതും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ പോയ കുറച്ച് കാര്യങ്ങളെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പെൺകുട്ടികളെ നിങ്ങൾ നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പണം വെച്ചിട്ട് നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. എനിക്ക് പരാതി മുന്നേ കിട്ടിയിട്ടുണ്ടായി. എന്നിട്ടും ഞാൻ നിങ്ങളെ വീഡിയോ ചെയ്തിട്ടില്ല. എന്തിന്? വേണ്ടാത്തൊരു പണിക്കാൻ പോകണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് ഫൈസൽ മൂസ എന്ന് പറയുന്ന പിമ്പ് ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ കൂട്ടിത്തരുന്ന പിമ്പ് ഫൈസൽ മൂസ, അവനോട് ഞാൻ ചോദിച്ചു ആരാണ് ഈ കൊപ്രക്കളം ഖാദർ. അപ്പം പറഞ്ഞെന്താ, പെണ്ണുങ്ങളുമായിട്ട് കുറച്ച് മോശപ്പെട്ട, പക്ഷെ എനിക്ക് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ മൂപ്പര് മൂപ്പര് പറഞ്ഞ വോയിസ് എന്റെ കയ്യിലുണ്ട്. എന്നിട്ടും ഞാൻ അത് ചെയ്യാതെ മറച്ചു വെച്ചപ്പോ പിന്നെ എന്റെ കയ്യിൽ എവിഡൻസ് കിട്ടിയപ്പോൾ മാത്രമാണ് മിസ്റ്റർ കൊപ്രക്കളം നിങ്ങൾക്കെതിരെ ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയത്. ഓക്കെ, ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കും. പിന്നെ നിങ്ങളെ കയ്യിൽ പണം ഉണ്ടാകും, ചിലപ്പോൾ പോലീസിൽ ഏതെങ്കിലും കാക്കിയിട്ട് ഏതെങ്കിലും കോമരങ്ങൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും, നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതൊന്നും കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളെ കാതർക്കരിപ്പൊടി ഉണ്ടല്ലോ, ആ ക്രിമിനൽ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. ഞാൻ പറയുന്നത് സത്യമായ കാര്യങ്ങളാണ്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പണ്ട് വടകര വെച്ച് വണ്ടി ഇടിച്ചതും അവിടെ കൂടെ ഒരു പെണ്ണുണ്ടായതും അവിടുന്ന് ആ പെണ്ണിനെ പിന്നെ പുറത്താക്കാൻ പൈസ എറിഞ്ഞ ആ വീഡിയോ മുക്കിയതും എല്ലാം നുണയാണോ? അത് നിങ്ങൾ പറയാൻ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. എന്നാൽ നടന്നതിന്റെ തെളിവ് ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങളെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പാവപ്പെട്ട പെൺകുട്ടികളെ, അല്ലെങ്കിൽ പാവപ്പെട്ട കടബാധ്യതകളിൽ നിൽക്കുന്ന പെൺകുട്ടി, ഡിവോഴ്സായ പെൺകുട്ടികൾ, ഈ പെൺകുട്ടികൾക്ക് സഹായ വാഗ്ദാനം നൽകിക്കൊണ്ട് നിങ്ങളുടെ തനി കോണം നിങ്ങൾ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾക്കെതിരെ എവിഡൻസ്, നിങ്ങളെ ഫാമിലിന്ന് പോലും നിങ്ങൾക്ക് എതിരായിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ഒരാളുടെ വോയിസ് നിങ്ങൾ കേട്ടു നോക്കണം. സ്വന്തം ഫാമിലി പോലും പറയുന്ന വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടു നോക്കണം. നിങ്ങൾ കേട്ടു നോക്കാം. കേട്ടല്ലോ, സ്വന്തം ഫാമിലിയിൽ പോലും അയാളുടെ പെരുമാറ്റത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഇനി നിങ്ങളെ നാട്ടിൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കാസർഗോഡുകാരെ, ഇതുപോലത്തെ കൊപ്രക്കളവും ഇതുപോലത്തെ ചാണകക്കുഴിയും എല്ലാം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ബഹുമാനം കൊടുത്ത് നിർത്തുന്നവരുടെ തനി കോണം ഇത്രത്തോളം വലുതാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഈ വിരട്ടലും പേടിപ്പിക്കലൊന്നും എന്നോട് വേണ്ട. ഇത് ആള് വേറെയാണ്, നാടും വേറെയാണ്. ഓക്കെ, അപ്പൊ ശരി, ടാറ്റാ.